കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹൽ അർബഉ ഫഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ. വല്ലാത്ത പരീക്ഷണങ്ങൾക്കും ദുരിതങ്ങൾക്കും നടുവിലൂടെ, വല്ലാത്ത അദാബുകൾക്ക് നടുവിലൂടെ പടച്ചവനെ ഞാനും ഇങ്ങനെ നിങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു അവസാനമില്ലാതെ പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരികയാണ്? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരുന്നതിന്റെ കാരണം എന്താണ്? മഹാന്മാരവിടെന്ന് പറയുകയാണ്, ഒരു നാട്ടിൽ 4 കാര്യങ്ങളില്ലാതെ വരുമ്പോൾ, ഒരു നാട്ടിൽ 4 വിഭാഗം ആൾക്കാർ ഇല്ലാതെ വരുമ്പോൾ, അപ്പോഴാണ് ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ അദാബുകൾ കടന്നു വരുന്നതെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ 4 കാര്യങ്ങൾ 4 വിഭാഗം ആൾക്കാരിന്ന് ഒരു നാട്ടിലില്ലാതെ വരുമ്പോഴാണ്, 4 വിഭാഗം ആൾക്കാർ നാടുകളിലും നമ്മുടെ രാജ്യങ്ങളിലും നമ്മുടെ ഭൂമിയിലും ഇല്ലാതെ വരുമ്പോഴാണ് അള്ളാഹുവിന്റെ അദാബുകൾ നമ്മളെ തേടി വരുന്നതെന്ന് മഹാന്മാര് പറയുമ്പോ, ഈ പറയുന്ന 4 വിഭാഗങ്ങളെ ഇന്ന് ലോകത്ത് തന്നെ കാണാനില്ല. ഈ പറയുന്ന 4 വിഭാഗങ്ങളെ കാണാനില്ല. ഉണ്ടെങ്കിൽ തന്നെ നുള്ളി പറകിയെടുക്കാൻ കഴിയുന്ന ആൾക്കാർ മാത്രമേ ഇന്ന് ഭൂമിയിലുള്ളൂ. നമ്മുടെ നാടുകളിൽ ഇല്ലാതെ പോയ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഇല്ലാതെ പോയ ആ 4 വിഭാഗം ആൾക്കാരാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് മഹാന്മാര് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി ഒരു നാട്ടിലില്ലാതെ വന്നാൽ അവിടെ അല്ലാഹുവേ വിപത്തുകളും അദാബുകളും പരീക്ഷണങ്ങളും കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോൾ, ഈ ലോകം മുഴുവനും നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം, ഈ പ്രപഞ്ചം മുഴുവനും നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം. ഒരു നീതിമാനായ ഭരണാധികാരിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നീതിമാനായ ഭരണാധിയെ കുറിച്ച് നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഭരണാധികാരിയാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഉമർ തങ്ങളെയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഞാൻ ഉമറിന്റെ ഭരണം ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ലോകത്ത് നാടുകളിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും വിപത്തുകളും കടന്നു വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം നീതിമാന്മാരായ ഭരണാധികാരികൾ ഇല്ലാതെ വന്നാൽ ലോകത്ത് നമ്മൾ നോക്കിയാൽ തന്നെ കാണില്ല. ലോകം മുഴുവനും നമ്മൾ തിരഞ്ഞു നോക്കിയാൽ ഒരു നീതിമാനായ ഭരണാധികാരിയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ അല്ലാഹുവേ പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഇനി ലോകത്തിന്റെ കാര്യം പോകട്ടെ, നമ്മുടെ രാജ്യം നോക്ക്. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്താന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് കൂടുതലൊന്നും പറയണില്ല. കാരണം നമ്മുടെ രാജ്യം പടച്ചവനെ ഇന്ന് ഒരു ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്തിന്റെ കാര്യം പോയി, രാജ്യത്തിന്റെ കാര്യം പോയി, പിന്നെ നമ്മുടെ നാടിന്റെ കാര്യം. നമ്മൾ എന്തിനാപ്പാ ലോകത്തിന്റെയും രാജ്യത്തിന്റെയും കാര്യം പറയണേ? അള്ളാന്റെ പള്ളികൾ, നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്ന റബ്ബിന്റെ വീട്, ആ അള്ളാഹുവിന്റെ പരളി ഒരു മനുഷ്യന് സമാധാനം വന്നാ അതാ പോവാ, പള്ളിയിലേക്കാ പോവാ. അപ്പൊ മുസ്ലിമീങ്ങളുടെ അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അള്ളാഹുവിന്റെ പള്ളിയിലെങ്കിലും നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടോ? അവിടെയും തമ്മിലടിയാ പഠിച്ചോനെ. എനിക്ക് പ്രസിഡന്റ് ആകണം, എനിക്ക് സെക്രട്ടറി ആകണം, എല്ലാവർക്കും അധികാരം മതി. ഇലക്ഷൻ നടക്കാൻ, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കണം, അല്ല പള്ളി, അവിടെയും അധികാരം മതി. ഇപ്പൊ അവിടെയും നീതിയൊന്നുമില്ല. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പോലും പടച്ചവനെ നീതി നടക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴും തല്ലല. ഇപ്പോഴും അവിടെ തന്നെ പല പ്രശ്നങ്ങളാ. ഞാൻ കൂടുതലൊന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാവേണ്ട ഞാൻ പറയണില്ല. അള്ളാഹു ഈ മാതിരുമാറാകട്ടെ. അപ്പൊ ലോകത്തുമില്ല, നമ്മുടെ രാജ്യത്തുമില്ല, നമ്മുടെ നാടുകളിലുമില്ല, നമ്മുടെ പള്ളികളിലുമില്ല. ഇനി നമ്മളൊക്കെ ഒരു ഭരണാധികാരികളാണ്.
ഞാനൊരു ഭരണാധികാരിയാ, ഏത് രാജ്യത്തിന്റെയാണെന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ എല്ലാവരും ഈ ഇരിക്കണ അധികം പേരും ഒരു ഭരണാധികാരിയാ. നിങ്ങൾ ലോകത്തിന്റെ ഭരണാധികാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല. നിങ്ങൾ വാർഡ് മെമ്പറോ പഞ്ചായത്തൊന്നും അല്ലപ്പാ. നിങ്ങളൊക്കെ ആരാന്നറിയോ? നിങ്ങളൊരു ഭരണാധികാരിയാ. എവിടത്തെ ഭരണാധികാരി? നീ നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നമ്മളെല്ലാവരും ഒരു വീട്ടുനാഥൻ, വീട്ടിലെ വാപ്പ, വീട്ടിലെ ഭരണാധികാരിയാ. നീ ഭരിക്കേണ്ടത് ആരെയാ? നിന്റെ ഭാര്യയെ, നിന്റെ മക്കൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിൽ മുത്തുനബി എവിടെന്ന് പറഞ്ഞു? ഇത്തഖുല്ലാഹ ഫിന്നിസാ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു? പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ്. എടാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ നീ നിസ്കരിച്ചോ, നീ ഖുർആൻ ഓതിയോ, എടാ സദക്ക കൊടുത്തോ, പോടാന്ന് പറഞ്ഞ് നിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ള സ്വർഗ്ഗത്തിൽ വിടല്ല. അള്ളാഹു അവിടെ വെച്ചിട്ട് ചെല്ലുമ്പോ നിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം നിന്റെ ഭാര്യയെ കുറിച്ച് നിന്നോട് ചോദിക്കും. അല്ലാഹ് എന്റെ ഭാര്യയെ കുറിച്ച് അള്ളാഹു നാളെ എന്നോട് വിചാരണ ചെയ്യും. എന്റെ മക്കളെ കുറിച്ചും നാളെ അള്ളാഹുവിനോട് എന്നെ വിചാരണ ചെയ്യും. അതിന് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, സദസ്സിലിരിക്കുന്ന വയല് കേൾക്കാമെന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, മാതാപിതാക്കളോട്, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണ്. പക്ഷേ നിങ്ങൾ നീതിമാനായ ഒരു ഭരണാധികാരിയാണോ? നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്നത് പടച്ചവനെ നീതിയായ ഒരു ഭരണമാണോ? സ്വന്തം വീടിന്റെ അകത്ത് പോലും നീതി നടക്കുന്നില്ലല്ലോ. എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നുണ്ട്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു? സ്വഹാബ, നിങ്ങൾ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും. സ്വഹാബ, നിങ്ങൾ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആയാണ്. ഇത് പറയുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നാണ്. റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് പറയുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. ലോകത്തിന്റെ നേതാവാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് നിന്നെ പേടിയുള്ള ഒരു സാലിഹത്തായ പെണ്ണിനെ ഭാര്യയാക്കി തരണേ തമ്പുരാനേ. ദുആ ചെയ്യുന്ന ഭർത്താവിനെ തരാൻ, ഭർത്താവ് ആണുങ്ങൾ ദുആ ചെയ്യുന്ന ഭാര്യയെ കിട്ടാൻ. എന്നിട്ട് രണ്ടാമത് പറയുന്ന നാഥാ, എന്റെ കണ്ണിന് കുളിർമയുള്ള പടച്ചവനെ പ്രായമാകുന്ന കാലത്ത് എന്നെ നല്ലതുപോലെ നോക്കുന്ന, എനിക്ക് ഹിദ്മത്ത് ചെയ്യുന്ന പടച്ചവനെ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാഹ്. എന്നിട്ട് മൂന്നാമത് പറയുകയാണ്, ലിൽമുത്തഖീന ഇമാമാ. ഇവിടെ ഇരിക്കുന്ന ബാപ്പമാരോട് ദുആ ചെയ്യാൻ ഖുർആൻ പറഞ്ഞ ദുആയാണല്ലോ. പറയണമെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. എന്താണ് പറയുന്നത്? എനിക്ക് സ്വാലിഹായ ഭാര്യയെ തരണം, എനിക്ക് സ്വാലിഹായ മക്കളെ തരണം. എന്നിട്ട് അവസാനം പറയുന്നു, നാഥാ ലിൽമുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള, എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു പിതാവാക്കി എന്നെ മാറ്റണേ അല്ലാഹ്. ദുആ
ചെയ്യണേ എന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ നിരന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വാപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നീ നിന്റെ ഭാര്യക്കൊരു മാതൃകയാണോ? നിന്റെ മക്കൾക്കൊരു മാതൃകയാണോ? അവർക്ക് രണ്ടുപേർക്കും ഇമാമത്ത് നിൽക്കാനുള്ള അർഹതയെങ്കിലും നിനക്കുണ്ടോ? വല്ലവരെ ചിന്തിക്കേണ്ട സമയമാണ്. നന്നാകാൻ തുടങ്ങേണ്ടത് സ്വന്തമാണ്. ആദ്യം നീ നന്നാകണം, പിന്നെ നിന്റെ ഭാര്യ മക്കളെ നന്നാക്കണം. അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് ഞാനൊരു വാപ്പയെ പഠിപ്പിച്ചു തരാം, ഒരു വാപ്പാനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മഹാനായ പടച്ചവനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു. അബൂബക്കർ തങ്ങളും സ്വഹാബത്തും കൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാവരും ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ അകത്താണ്. അവിടെ പറഞ്ഞ് എല്ലാവരോടും കേറിയിരിക്കാൻ, സ്വഹാബത്തിനോട് കേറിയിരിക്കാനുള്ള അനുവാദം കൊടുത്തു. ആരും കേറുന്നില്ല. വീട്ടിലെ ഹാദിമത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീടിന്റെ അകത്ത് കയറി, യജമാനൻ അനുവാദം തന്നിരിക്കുന്നു, നിങ്ങളെ കേറിയിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആരും കേറുന്നില്ല. അവനും അവസാനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനോട് ചോദിക്കുകയാ, നിങ്ങൾ എന്തേ വീടിന്റെ അകത്ത് കയറാത്തത്? നിങ്ങൾക്ക് അനുവാദം തന്നിട്ടും നിങ്ങൾ എന്തേ കയറാത്തത്? സ്വഹാബത്ത് പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിങ്ങളെ വെളുപ്പാങ്കാല സമയമാണല്ലോ, സുബഹിന്റെ സമയം കഴിഞ്ഞ സമയമാണല്ലോ, നിങ്ങളുടെ പെൺമക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണല്ലോ, നിങ്ങളുടെ മക്കളൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വീടിന്റെ അകത്തേക്ക് കയറി വന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലേ തങ്ങള്? അതുകൊണ്ടാണ് ഞങ്ങൾ വീടിന്റെ വെളിയിൽ നിൽക്കുന്നതെന്ന് സ്വഹാബത്ത് പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് തങ്ങളെ കരയുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? അവിടെന്ന് ചോദിച്ചു, സ്വഹാബ നിങ്ങൾ എന്നെ കുറിച്ച് എന്തേ കരുതിയത്? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കുറച്ച് സഹാബത്ത് സുബഹി കഴിഞ്ഞപ്പോ വന്നു. എല്ലാവരോടും പറഞ്ഞു കേറിയിരിക്കാൻ. ആരും കേറണില്ല, എല്ലാരും പുറത്തേക്കാ. അവസാനം ഇബ്നു മസ്ഊദ് തങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്താ കേറാത്ത? അല്ല, തങ്ങളെ സുബഹി കഴിഞ്ഞ സമയല്ലേ, ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഞങ്ങൾ കേറി വന്നാൽ ശല്യാകുമല്ലോ, അതുകൊണ്ട് പുറത്തു നിന്നാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയാ. എന്നിട്ട് ചോദിക്കാ, നിങ്ങൾ എന്നെ കുറിച്ച് എന്തേ കരുതിയ? ഞാൻ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വാപ്പയാണെന്ന്? അല്ല, ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയാണെന്നാണോ നിങ്ങൾ കരുതിയേ? ഇബ്നു മസ്ഊദ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയും മക്കൾ എഴുന്നേറ്റിട്ടുണ്ടാകും. മരിക്കണ കാലം വരെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അകത്ത് എന്റെ മക്കളും എന്റെ ഭാര്യയും എഴുന്നേറ്റിട്ടുണ്ടാകും. എന്തേ നിസ്കരിക്കാൻ വിളിക്കാത്ത വാപ്പയാ ഞാൻ? ധൈര്യമായിട്ട് സഹാബ നിങ്ങൾ കേറിക്കോ എന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ സഹാബി പറയാ, ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു വാപ്പയാ, ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടാകും. നിർബന്ധമായിട്ട് ഞാൻ എഴുന്നേൽപ്പിക്കും, കാരണം ഞാനൊരു ഉത്തരവാദിത്തമുള്ള വാപ്പയാ. ഇനി ഈ നിരന്നിരിക്കണ വാപ്പമാര് ചിന്തിക്ക്, നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ, നിങ്ങളുടെ വീട്ടിലാണിതെങ്കിൽ നീ എഴുന്നേക്കണില്ലല്ലോ, പിന്നല്ലേ ഭാര്യയും മക്കൾ എഴുന്നേക്കാം. നമ്മൾ തന്നെ എഴുന്നേക്കണില്ലല്ലോ. നമ്മളല്ലേ ആദ്യം മാതൃകയാകേണ്ടത്. നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കള് പഠിക്കുക. നമ്മൾ നിസ്കരിച്ചാലല്ലേ നമ്മുടെ മക്കൾ നിസ്കരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗം. അള്ളാഹു അവരോട് സംസാരിക്കാറില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, ഒരു കരുണയും അള്ളാഹു കാണിക്കാറില്ല. നബിയെ, ആരാ നബിയെ?
ആരാ നബിയെ വൃത്തികെട്ടവർ? സഹാബ. അത് 3 വിഭാഗം ആൾക്കാർ. അതിലെ ഒന്നാമത്തെ വിഭാഗം തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിസ്സാരമായി തള്ളിക്കളയുന്ന വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, പക്ഷെ നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാറുണ്ടോ? അവിടെ ചോദ്യം. നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? അവരെ നിസ്കരിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. നിങ്ങളുടെ ഭാര്യയും മക്കളും നിസ്കരിക്കണമല്ലോ, നീ മാത്രം നിസ്കരിച്ചാ പോരല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എടാ സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോടാന്നല്ലോ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് നീ പോകുമ്പോ നിന്റെ പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോകാൻ. ഖുർആൻ പറഞ്ഞത് പോകുമ്പോ ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകും. നീ മാത്രം പോയാ പോരാ, നിന്റെ ഭാര്യയെയും മക്കളെയും കൂടെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് ഖുർആൻ പറയുമ്പോ വാപ്പ ഇടയ്ക്കിടയ്ക്കൊക്കെ നിന്റെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കണം. എന്തുപദേശിക്കണം? മക്കളെ പിടിച്ചിരുത്തിയിട്ട് പള്ളിയിലെ ഉസ്താദിന്റെയും മദ്രസയിലെ ഉസ്താദിന്റെ ജോലിയല്ല മക്കളെ ഉപദേശിക്കൽ. നീയല്ലേ ഉപദേശിക്കേണ്ടത്, നീയല്ലേ അതിന് ഏറ്റവും അർഹൻ. നീ എങ്ങനെയാകണം? ഏതോ വാപ്പയെ പോലെ ആകണം. നിങ്ങളിൽ ആരാ മക്കളെ മക്കളെ ഉപദേശിക്കും? ഗെയിം കുത്തല്ലേ, മൊബൈലിൽ കുത്തല്ലേ? അതല്ല. ഒരു വാപ്പ തന്റെ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനെയാ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ ഉപദേശിച്ചത് എങ്ങനെയെന്നറിയുമോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ആ സഹാബിയെ പോലെ നിങ്ങളാകൂ, ആ വാപ്പാനെ പോലെ നിങ്ങളാകൂ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്. തന്റെ പൊന്നാര മകനെ വിളിച്ചിട്ട് യാ ബുനയ്യ, ഉപ്പാടെ പൊന്നുമോനെ, ഉപ്പ നിന്നെ ഉപദേശിക്കാൻ പോവുകയാണ്, ഉപ്പ നിന്നെ ഉപദേശിക്കാൻ പോവുകയാണ്. എന്നെ ഉപദേശിക്കാൻ എന്നെക്കാളും അർഹതയുള്ള വേറെ ഒരു മനുഷ്യനും ഈ ലോകത്തില്ലല്ലോ. വാപ്പ തന്റെ പൊന്നാര മകനെ അടുത്തു പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്നേഹത്തോടെ ഉപദേശങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? 40, 50, 60 വയസ്സുള്ള വാപ്പാവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞു കൊടുക്കാത്ത 3 ഉപദേശം. ഇത് കേൾക്കുമ്പോ നീ വിചാരിക്കും, പടച്ചവനെ ഈ ഉപദേശമാണോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന് കൊടുത്ത 3 ഉപദേശം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇദാ അറദ്ത അൻ തുസല്ലി ഫഅഹ്സിനു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഒളിവെടുക്കണേ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരു മകനെ വിളിച്ചിട്ട് തന്റെ പൊന്നുമോനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറയാ, മോനെ, ഉപ്പായ്ക്കൊരു 3 ഉപദേശം തരാനുണ്ട്. ഒന്നാമത്തെ ഉപദേശം, നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കുമ്പോ നല്ലതുപോലെ എടുക്കണം. ഒളിവെടുക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി വേണം ഒളിവെടുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അത്ഭുതമില്ലേ, ഇതിപ്പോ എന്താ ഉള്ളത്? ഇതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? പക്ഷെ ഇബ്നു മസ്ഊദ് തങ്ങൾക്കറിയാം, ഒളിവെടുക്കുമ്പോ അത് നല്ലതുപോലെ എടുക്കണം. അതിന്റെ കാരണം എന്താ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വെറുതെ പറഞ്ഞു കൊടുത്തതല്ല. എല്ലാവരും അല്ലാഹുവേ, പടച്ചവനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? എന്റെ പ്രിയമുള്ളവരെ, ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ള ഒരു മനുഷ്യനൊരടയാളമുണ്ട്. ഈമാനുള്ള ഒരു മനുഷ്യനൊരടയാളമുണ്ട്. നിങ്ങൾ എല്ലാവരും പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമ്പോ ഹൗലിന്റെ കരയിൽ നിൽക്കൂ. ഇമാം ഗസാലി തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഒളിവെടുക്കാൻ പോകുമ്പോ നിങ്ങൾ ഹൗലിന്റെ കരയിൽ നിൽക്കൂ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്നത് സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്നത് കണ്ടാ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്ന സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്നത് ഈമാനുള്ളതിന്റെ അടയാളമാണ്. ഇമാമിന്റെ പ്രിയപ്പെട്ടവര്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വെറുതെ പറഞ്ഞതല്ല. എന്തിനാ ഒളിവ് സൂക്ഷ്മതയോടുകൂടി എടുക്കണമെന്നറിയുമോ? ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, മോനെ,
ഒളിവെടുക്കുന്നത് എന്തിനാണെന്നറിയുമോ? ഒളിവെടുക്കുന്നത് എന്തിനാണെന്നറിയോ? മോനെ അല്ലാഹനെ കാണാനാ. ഒരു വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഒളിവെടുക്കുന്നത് എന്തിനാണെന്നറിയോ? കയ്യങ്കാലം കഴുകുന്നത് എന്തിനെന്നറിയോ? അല്ലാഹനെ കാണാനാ, അല്ലാഹനെ കാണാനാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി പിടിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്നെയും നിന്നെയും സൃഷ്ടിച്ച പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹനെ കാണാനാണ് മോനെ ഒളിവെടുക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാനാ ഒളിവെടുക്കുന്നത്. റസൂൽ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ അറിവാ. 50 കൊല്ലം 60 കൊല്ലം ഒളിവെടുത്ത ബാപ്പ, ഇന്ന് വരെ നിനക്ക് ഒളിവെടുക്കുന്ന സമയത്ത് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാണ്? ഞാൻ ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാണ്. എനിക്കോ നിങ്ങൾക്കോ ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? ഇബ്നു മസ്ഊദ് തങ്ങളുടെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. അതുകൊണ്ട് എന്റെ പൊന്നുമകനെ സൂക്ഷ്മതയോടുകൂടി വേണം ഒളിവെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒളിവെടുക്കുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, നബിയേ ഒളിവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്ന് ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയേ ഇതുപോലെ ഒളിവെടുക്കൂ. അല്ലാഹുവിന്റെ റസൂൽ ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, സഹാബ ഒളിവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോ സഹാബ. തന്റെ സ്വഹാബത്തിന് ഒളിവെടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബത്ത് ഞാൻ ഒളിവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്താ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു സ്വഹാബ. കൈ കഴുകുമ്പോ കൈകൊണ്ട് ചെയ്ത പാപങ്ങളാ വെള്ളത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഈ മുഖം കഴുകുമ്പോ ഒന്ന് വാ കഴുകുമ്പോ ഒന്ന് കൈമുട്ടുകൾ കഴുകുമ്പോ ഒന്ന് കാല് കഴുകുമ്പോ ഒരേ പടച്ചവനെയതാ അല്ലാഹുവേ ആ ഒഴുകുന്ന വെള്ളത്തുള്ളികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകി ശുദ്ധമാക്കുകയാ. പാപം മുഴുവനും കഴുകിക്കളയാറ് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രസവിച്ച മക്കളെ പോലെയാണ് കടന്നു പോകുന്നത്. സർവ പാപങ്ങളും ഹൗലിന്റെ കരയിൽ കഴുകിക്കളഞ്ഞിട്ട് പടച്ചവനെ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ വേണം പള്ളിക്കകത്ത് പടച്ച റബ്ബിനെ കാണാൻ പോകാറ്. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങള് മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ നല്ലതുപോലെ ഉളവെടുക്കണേ, സൂക്ഷ്മത പുലർത്തണോ. അല്ലാതെ ചെറുപ്പക്കാരാ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ ഒളിച്ചെന്ന ഹൗലിന്റെ കരയിൽ ചെന്ന ഹൗലിന്റെ അകത്ത് കൈകാലുകളിട്ട് കഴുകിയിട്ട് വെള്ളത്തിന്റെ പ്രാരത്തിൽ കയറി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നഷ്ടം എന്താണെന്ന് നിനക്കറിയുമോ? അതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്ന് നമ്മുടെ റൂഹ് ഒഴുകുന്ന അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്നല്ലോ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, നേരെ ഒളിവെടുക്കാതെ നല്ലതുപോലെ കൈകാലുകൾ കഴുകാതെ ഓടിച്ചെന്ന് പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് ഒളിവില്ലാതെ അല്ലാഹുവിനെ കളിയാക്കുന്ന യുവത്തിലേ ഒളിവില്ലാതെ നിസ്കരിക്കുന്നത് പാപമല്ലേ?
ചിന്തിക്ക്. ഓടി വന്ന് ഹൗദിന്റെ കരയിൽ വന്ന് എന്തെങ്കിലും കാണിച്ച് നേരെ ചൊവ്വ ഒതുവെടുക്കാതെ നേരെ പള്ളിക്കകത്ത് കയറി അള്ളാടെ മുന്നിൽ കൈകെട്ടിയിട്ട് അള്ളാനെ കളിയാക്കിയ അള്ള നമ്മളെയും കളിയാക്കും, അള്ളാഹു നമ്മളെയും കളിയാക്കും. എപ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം എല്ലാവരും അടുത്തു വന്ന് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരും. പറയാനുള്ള ആഗ്രഹത്തോടെ നീ പറയാൻ ശ്രമിക്കുമ്പോ അള്ളാഹു നിന്റെ നാവിന് അതിനുള്ള ശക്തി തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നീ അള്ളാനെ കളിയാക്കി നീ ഇങ്ങനെ ഓടി വരിക, ഹൗദിന്റെ അകത്ത് തലയിട്ട് മുക്ക ഓടിക്കേറ. എന്റെ സഹോദര, അല്ല ചിന്തിക്കാത്ത എന്റെ എടാ, ഉദവെടുക്കുമ്പോ എങ്ങനെ എടുക്കണ്ടേ? എന്നാ ഉദവെടുക്കേണ്ടത് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നീ സമാധാനത്തോടെ കൈമുട്ടുൾപ്പെടെ ഒരല്പം മുകളിലേക്ക് കയറിയ വേറെ പ്രതിഫലം നിനക്കുണ്ട്. ആ കയറ്റിയതിന് വേറെ പ്രതിഫലമുണ്ടല്ലോ. പോയി ഹൗദിന്റെ അകത്തിട്ട് മുക്കിയിട്ട് പോണം, നിനക്ക് എന്ത് പ്രതിഫല മക്കളെ? നേരെ ചൊവ്വ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒക്കെ മുടിയും അതിനകത്തൊക്കെ എന്തൊക്കെ വാരിത്തേക്കാൻ പറ്റുമോ അതൊക്കെ വാരി തേച്ചിട്ട് നീ ഒളിവെടുത്തിട്ട് എന്ത് കാര്യം? നീ അള്ളാടെ മുന്നിൽ പോയി ഒളിവില്ലാതെ നിന്ന് പടച്ച റബ്ബിനെ കളിയാക്ക, കോമാളിയാക്ക അള്ളാനെ. അപ്പൊ പിന്നെ അള്ള നിന്നെ കളിയാക്കില്ലേ, നിന്റെ ആഖിബത്ത് വരെ മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഏറ്റവും പ്രയാസമുള്ള സമയം, നല്ല തണുപ്പുള്ള സമയം, അപ്പോൾ പോലും നമ്മൾ സൂക്ഷ്മത പുലർത്തണം. അവിടെ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് വേണം ഈമാനുള്ളതിന്റെ അടയാളമാണ് സമാധാനത്തിൽ ഉതവെടുക്കുക. ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളമാണ് സമാധാനത്തിൽ ഉതവെടുക്കുക. അവിടെ നിന്ന് പറയുന്നു, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് വേണം നീ സൂക്ഷ്മത പുലർത്താൻ. അല്ലാതെ തണുപ്പാണെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉതവെടുക്കലല്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് നീ നല്ലതുപോലെ ഉതവെടുത്താൽ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം. സഹോദര, ഏറ്റവും തണുപ്പുള്ള ഈ പ്രയാസമുള്ള സമയത്ത് സൂക്ഷ്മതയോടുകൂടി എത്ര തണുപ്പാണെങ്കിലും പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി ഒതുവെടുത്ത നിനക്ക് ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസം അള്ളാഹു അർശിന്റെ താഴെ, മോനെ നിനക്ക് അള്ളാഹു ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ഒളുവിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇമാം സഅദ് ഇബ്നു അബീ ഖാസ് റളിയല്ലാഹു തആല അൻഹു പൊന്നു മകനോട് പറഞ്ഞു, മോനെ ഒളുവ് കളിയല്ല, അതുകൊണ്ട് എടുക്കുമ്പോ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഒളുവെടുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം. 2, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ സല്ലി സ്വലാത്ത ലാ തറാ അന്നക തുസല്ലി ബഅദഹാ. നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോൻ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് നിസ്കരിക്കാം. ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, എന്റെ മോൻ നിസ്കരിക്കണമെന്ന് തീരുമാനിച്ച ആലോചിച്ചോണം, ഇത് നിന്റെ ഒടുക്കത്തെ നിസ്കാരമാണ്, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണിത്. ഇനി നിനക്ക് അള്ളാഹു നിസ്കരിക്കാൻ അവസരം തരൂല എന്ന് കരുതിയിട്ട് വേണം എന്റെ മകൻ നിസ്കരിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണമെന്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി എഴുന്നേക്കുമ്പോ നമ്മളൊക്കെ വിചാരിച്ചു സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരുപാട് അമല് വേണമെന്ന്. വേണ്ട, ഒറ്റ വക്കത്ത് മതി, ഒരേ ഒരു വക്കത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് മടുത്ത ഞാൻ വയത് പറയാൻ പറ്റാത്തോണ്ട് ചുമ തുടങ്ങി നിർത്താൻ കഴിയില്ല. അത് ഞാൻ ക്ലാസ് പോലെ ക്ഷമിക്ക്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് നല്ലപോലെ വയത് പറയാം. അള്ളാഹു ആയുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ. മഹാനായി സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, നാളെ സുബഹി നല്ലതുപോലെ നിസ്കരിച്ചാൽ മതി, ഒരൊറ്റ വഖത്ത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ചോദിക്കൽ, എന്താ ഉസ്താദേ നിസ്കരിക്കാൻ കൈകെട്ടിയ? എനിക്ക് ഫാം വേണ്ടപ്പാ, അതങ്ങ് പുക അടയ്ക്കുന്നു. എന്നെ രാവി പിടിച്ച എന്റെ, നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വെച്ചോ, എനിക്ക് വേണ്ടതോ പരലോകത്ത് പോയി നിൽക്കണ്ടല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളൊക്കെ ചോദിക്കും, എന്താ ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിഞ്ഞാൽ ഈ പഴയ കാര്യമൊക്കെ ഓർമ്മ വരും അല്ലേ? പൈസ ആരൊക്കെ തരാനുണ്ട്? എവിടെങ്കിലും എന്തെങ്കിലും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുറച്ചു പൈസ ഞാനൊരു സ്ഥലത്ത് കുഴിച്ചിട്ടു, എവിടെയാണെന്ന് അറിയണില്ല, വല്ല ദിക്റും ദുആ വല്ലതും ഉണ്ടോ? കുറച്ച് പൈസ ഞാനൊരു സ്ഥലത്ത് കുഴിച്ചിട്ട് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരണില്ല. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്റെ ജോലി അതല്ല, മസല പറയില്ല തങ്ങളെ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ തങ്ങളെ, എന്നാ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ പോയി അല്ലാഹുവെ ഉളവെടുത്തു, പള്ളിക്കകത്ത് മനുഷ്യൻ കയറി 2 റക്അത്ത് നിസ്കരിച്ചു.
രണ്ടാമത്തെ രണ്ട് റക്അത്ത് നിസ്കരിച്ച ഉടനെ പൈസ എവിടെ ഇരിക്കണേന്ന് ഓർമ്മ വന്നു. ആ മനുഷ്യൻ പോയി നോക്കിയപ്പോൾ അതേ സ്ഥലത്ത് തന്നെ പൈസ അടക്കുന്നുണ്ട്. അപ്പൊ ഇമാം ഗസാലി അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങളെ നിസ്കരിക്കാൻ പറഞ്ഞു? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എടാ നിസ്കരിക്കാൻ വേണ്ടി നീ ഈ പൈസ എവിടാ ഇരിക്കുന്നത് എന്ന് നിനക്ക് ഓർമ്മ വരുന്നത് വരെ നീ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. അത് ശൈത്താൻ ഇഷ്ടമല്ല, അതല്ല ശൈത്താൻ എന്ന് പറഞ്ഞു തന്നെ. എന്റെ പ്രിയമുള്ളവരെ, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഇടതുഭാഗത്ത് ഇബ്ലീസ് നിൽക്കും, വലതുഭാഗത്തൊരു മലക്ക് നിൽക്കും. എന്നിട്ട് നമ്മൾ കൈ കെട്ടിയ ഉടനെ ഈ ഇടതുഭാഗത്ത് നിൽക്കുന്ന ശൈത്താൻ നമ്മുടെ ചെവി പറഞ്ഞു തരും പഴയ കാര്യങ്ങൾ മുഴുവനും. എന്തിന്? നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്താൻ. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു തരും. അപ്പൊ ഈ വലതുഭാഗത്ത് നിൽക്കണ മലക്ക് പറയും, എടാ സിറാജ്, നീ അല്ലാഹുവിലാടാ നിൽക്കണേ, നീ ആരുടെ മുന്നിലാണ് നിൽക്കണം? അല്ലാഹുടെ മുന്നിൽ. ഈ ഇബ്ലീസ് പറയുന്നത് നീ കേൾക്കരുത്, അല്ലാഹുടെ മുന്നിലാടാ നിൽക്കണം, പേടിച്ച് അല്ലാഹനെ ഭയന്നുകൊണ്ട് നിൽക്കണം. ഈ മലക്ക് ഇങ്ങനെ പറയാ. അപ്പൊ ഈ മലക്ക് പറയുന്ന രീതിയിൽ പടച്ചവനെ സൂക്ഷ്മതയോടുകൂടി നിന്നു. ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കൂഉം സുജൂദും. എന്തോ റുക്കൂ, എന്തോ സുജൂദ്. ഇമാമ സുജൂദിലെത്തുന്നതിന് മുമ്പേ പലരും സുജൂദിലെത്തി. നാളെ പന്നിയുടെ തല പോലെ വരുമെന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് അള്ളാഹുവെ സുജൂദിൽ പോകുന്നതിന് മുമ്പ് ഓം പോയി കിടക്കാം, ഇമാമിന് മുമ്പേ തറയിൽ പോയി കിടക്കാം. ചിലർക്കൊക്കെ സുജൂദ് ചെയ്ത പയ്യ കസേരയിലല്ലേ, അത് പോട്ട് കാക്കട്ടെ, അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്താ കസേരയിലൊക്കെ ഇരുന്നിട്ട് എന്ത് നിസ്കാരം? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? സുജൂദിന്റെ മഹത്വം അറിയോ? അപ്പൊ നിനക്ക് സുജൂദിന്റെ മഹത്വം നിനക്ക് അറിയായിരുന്നെങ്കിൽ പള്ളിയിൽ കസേര ഇടാറില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ പള്ളിയിൽ കസേരകളിക്കുള്ള മൊത്തം ഇട്ടിരിക്കുന്ന നിരത്തി ഒരു സഫ് കസേരയ്ക്ക്. പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവരുടെ ചരിത്രം എടുത്ത് നോക്കി. ഞാനൊരിക്കൽ അദ്ദേഹത്തിന്റെ മഹാനവർ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോ ഒരു ചെറിയ കട്ടിൽ കിടപ്പുണ്ട്, ഒരു കയറ് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ബാക്കവിസ്ഥാനോട് ഞാൻ ചോദിച്ചു, എന്തേ ഈ കയറ്? ഒരു അത്ഭുതം. അപ്പൊ പറഞ്ഞു, വാപ്പ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും ഈ കയറിൽ പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കും. അപ്പൊ ഒരിക്കൽ മകൻ ചോദിച്ചു, ഇത്ര വാപ്പ ആരാ? സാധാരണ ആളൊന്നും അല്ലപ്പ, നിങ്ങളെ ഉദ്ദേശിക്കണ പോലെ സാധാരണ ഒരാളല്ല പറഞ്ഞ ഉസ്താദ്. അദ്ദേഹത്തിന്റെ സ്മരണ എടുത്ത് വായിച്ചു നോക്ക്. ഒരു ദിവസം രോഗിയായി കിടക്കുമ്പോ അവസാന സമയത്ത് വീടിന്റെ മുൻഭാഗമൊക്കെ വൃത്തിയാക്കാം. അപ്പൊ മക്കള് ചോദിച്ചു, എന്തേ വാപ്പ വൃത്തിയൊക്കെ ആക്കണേ? കല്യാണം വല്ലതും ഉണ്ടോ? കല്യാണം വല്ലതും ഉണ്ടോ? ഒന്നില്ല, അതൊക്കെ നാളെ മനസ്സിലാവും, എല്ലാം മനസ്സിലാകും. എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ മുൻഭാഗം മുഴുവനും ആളെ നിർത്തി വൃത്തിയാക്കി. വൈകുന്നേര സമയമായപ്പോ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് കുളിപ്പിക്കൂ. വേണമെങ്കിൽ കുളിപ്പിച്ചോ, ഇപ്പോഴേ പറ്റത്തുള്ളൂ കുളിപ്പിക്കാൻ. ഭാര്യ തന്നെ കുളിപ്പിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. പിറ്റേ ദിവസം മക്കൾക്ക് മനസ്സിലായി വാപ്പ വീട് വൃത്തിയാക്കിയത് എന്തിനാണെന്ന്. മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറിടം വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ആ മഹാന്റെ അവസ്ഥ പറയുന്നത്, പ്രശ്നം മകൻ ചോദിച്ചപ്പം പറഞ്ഞു, നീ ഏത് കിതാബിലാ കണ്ടിരിക്കണേന്ന്? കസേരയിൽ ഇരുന്ന് സുജൂദ് ചെയ്താ ശരിയാകണേ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, നിനക്ക് സുജൂദിന്റെ വില അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും. തലയുടെ മുകളിൽ ചെയ്ത പാപം മുഴുവനും വന്നിരിക്കും. സുജൂദി കിടക്കുമ്പോ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയിൽ നിന്ന് പാപങ്ങൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാ സുജൂദ്. ആ സുജൂദ് ചെയ്യുമ്പോ നിന്റെ അവയവം, നെറ്റിത്തടം, മൂക്ക്, രണ്ട് കൈകൾ, രണ്ട് മുട്ടുകൾ, രണ്ട് കാലിന്റെ വിഭാഗങ്ങൾ, ഇത്രയും സ്ഥലങ്ങൾ സുജൂദ് ചെയ്യണം. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം, ചിലത് നെറ്റി കുത്തിയാ നിൽക്കണം, മൂക്ക് തൊടാറില്ല. നീ ഏതെങ്കിലും ഒരു അവയവത്തെ നീ ഒഴിവാക്കിയാൽ ആ അവയവം അവിടെ കടന്നുകൊണ്ട് നിന്നെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ ഉസ്താദ് മഹാന്മാര് പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ദീർഘിപ്പിക്കണേ. എന്റെ വാപ്പ, നീ അതാ എന്നോട് പറഞ്ഞു ഇരുന്ന് നിസ്കരിക്കണം, നീ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. കസേരയിലാണെന്ന് ആരാ പറഞ്ഞു നിനക്ക്? കസേരയിലാണെന്ന് ആരാ പറഞ്ഞ്? ഈ സുജൂദ് ചെയ്യാൻ വാപ്പ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വാപ്പാടെ മുന്നിൽ ഒരു 2004 നോട്ടിട്ട് നോക്ക്, പറന്നു വീഴും. ആ വാപ്പയെ കസേരയിൽ നിസ്കരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇതപ്പം നമ്മുടെ എല്ലാ അവയവങ്ങളും ഈ മലക്ക് പറയുന്ന രീതിയിൽ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവസാന തഹിയ്യാത്തിലിരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന
സലാം വീട്ടിയെട്ടി എഴുന്നേക്കുമ്പോ മലക്കങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. വലതുഭാഗത്തു നിൽക്കുന്ന മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മനുഷ്യ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഭാഗ്യവാനാണ്. നീ അല്ലാഹു ഇഷ്ടപ്പെട്ടവനാണ്. ഈ ഉമ്മ പ്രസവിച്ചവനെ പോലെയാടാ. ഇറങ്ങിപ്പോക്കോ. പോകുന്ന വഴിയിലങ്ങ് മരിച്ചുപോയാൽ നിനക്ക് സ്വർഗമാണ്. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന മനുഷ്യനോട് മലക്ക് പറഞ്ഞു വിടുന്നത് ഇങ്ങനെയാണ്. പക്ഷേ തോന്നുന്നത് പോലെ നിസ്കരിച്ച ചെറുപ്പക്കാരാ, മലക്ക് പറയുന്നു, എടാ നശിച്ചവരെ, എടാ വൃത്തികെട്ടവരെ, അല്ലാഹുവിന്റെ നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കളഞ്ഞല്ലോടാ, നീ നഷ്ടപാടിയാടാ. അടുത്ത വഖത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയാ നീ നരകത്തിന്റെ അവകാശിയാടാ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോടെ മലക്ക് ഇറക്കി വിടുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ കളിയല്ല, ഒറ്റ ഒരു വകുത്തും അത് സ്വർഗത്തിൽ പോകാൻ. അത് നിസ്കാരമാകണം, അത് നിസ്കാരമാകണം. എങ്ങനെ നിസ്കരിക്കണമെന്നറിയോ? ഒരാൾക്ക് നമസ്കാരത്തിൽ ഖൗഫ് ഉണ്ടാകണമെങ്കിൽ, ഭയഭക്തി ഉണ്ടാകണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ മഹാന്മാര് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനോടുകൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? മഹാന്മാരവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളാണ് അവിടെ നിന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമസ്കാരം കളിയല്ല, ആഖിറത്ത് മോശമായി പോകുന്ന കാര്യമാണ്. അവസാനം മോശമായി പോകുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമസ്കാരത്തിൽ ഖൗഫ് കൊള്ളണമെങ്കിൽ ഒരു വഴി പറഞ്ഞു തരാ. നമസ്കരിക്കുന്നതിന് വേണ്ടി നീ കേറുമ്പോ എങ്ങനെ നമസ്കരിക്കണമെന്നറിയോ? നാളത്തെ സുബഹിയാണ് എന്റെ ജീവിതത്തിൽ അവസാനത്തെ സുബഹി. നാളത്തെ സുബഹിയാണ് എന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം. നാളെ ദുഹർ നിസ്കരിക്കാനില്ല തമ്പുരാനെ. എന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവെക്കുമല്ലോ. എന്റെ അവസാനത്തെ നിസ്കാരമാണല്ലോ എന്ന് കരുതിയിട്ട് മോനെ നീ നിസ്കരിക്കണേ എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂന്നാമത്തെ ഉപദേശമുണ്ട്. അപ്പമാരെ പറഞ്ഞു കൊടുക്കേണ്ട മൂന്നാമത്തെ ഉപദേശമുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നാര മകനോട് പറയുന്ന മോനെ, വയ്യാക വത്തമഅ ഫഇന്നഹു പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്ന മോനെ, മറ്റൊരു തന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, മറ്റൊരു തന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും എന്റെ മകൻ ആഗ്രഹിക്കരുത്. അത്യാഗ്രഹം വേണ്ട, അത്യാഗ്രഹം വേണ്ട മോനെ. അത്യാഗ്രഹം ദാരിദ്ര്യത്തിന് വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. ഇതാണൊരു വാപ്പ തന്റെ പൊന്നാര മകനെ പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ ഉപദേശം. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ, മറ്റൊരു തന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും എന്റെ മകൻ ആഗ്രഹിക്കരുത്. പണം കാണാം, കൊട്ടാരം കാണാം, അധികാരം കാണാം, പലതും കാണാം. മറ്റൊരു തന്റെ കയ്യിലിരിക്കുന്നത് നീ ആഗ്രഹിച്ച നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകും. ഒരു വാപ്പ പറഞ്ഞു കൊടുത്തതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ എന്താ പറഞ്ഞു കൊടുക്ക? നമ്മള് മക്കളോട് പറയുന്നത്, മോനെ, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. നല്ലതുപോലെ പഠിക്കണം, നല്ല നിലയിലാകണം, ഉയരങ്ങളിലെത്തണം, നല്ല ശമ്പളം വാങ്ങണം. എങ്കിലേ നിനക്ക് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. നമ്മൾ പറയുന്നത് 10 വയസ്സുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതാ. എന്നാ വാപ്പ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, മോനെ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ച നിനക്ക് അല്ലാഹു ദാരിദ്ര്യം കൊണ്ടുവരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. എത്രയോ സഹാബത്തിന്റെ ചരിത്രം. അല്ലാഹുവേ പടച്ചവൻ, അവരാരും പണത്തിന് മറ്റുള്ളവന്റെ കയ്യിലിരുന്നത് ആഗ്രഹിച്ചവരല്ല. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, ആ വാപ്പാനെ പോലെ നിങ്ങളാകണം. വാപ്പ എന്ന് പറഞ്ഞാൽ അതാ.
അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കാം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചു, മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് ചോദിച്ചു, വാപ്പാനോട് വെറുപ്പാണോ? വാപ്പാനോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ മക്കളെ? എന്തേ വാപ്പ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല മക്കളോട് പറഞ്ഞു കൊടുക്കാം, മക്കൾ എന്നെ വെറുപ്പാണോ, എന്നെ ദേഷ്യമാണോ? ഉപ്പ ഒന്നും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഉണ്ടാക്കിയത് മുഴുവനും വാപ്പ കള്ളുകുടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല, എല്ലാം പാവങ്ങൾക്ക് കൊടുത്തു മോനെ. വാപ്പയുടെ കയ്യിലൊന്നും ഇരിക്കില്ല, എന്ത് കിട്ടിയാലും വൈകുന്നേരം ആകുന്നതിന് മുമ്പേ ആർക്കെങ്കിലും കൊടുക്കും. അബൂദർ റളിയല്ലാഹു തആല അൻഹു ആ സഹാബി തന്റെ മക്കളോട് പറയാ, കഫൻ തുണി വാങ്ങാനുള്ള തുണി പോലും ഈ വീടിനകത്തില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, ഞാൻ മരിച്ച കഫൻ തുണി വാങ്ങാൻ 1 രൂപ പോലും ഈ വീടിന്റെ അകത്തില്ല, ഒരു പൊതിയാനുള്ള നല്ല തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. അത്രയ്ക്കും പാവപ്പെട്ടവനാ നിങ്ങളുടെ വാപ്പ. എന്നെ വെറുക്കല്ലേ മക്കളെ, എന്നോട് നിങ്ങൾ ദേഷ്യം കാണിക്കരുത്. ഞാൻ മരിച്ച എന്ത് ചെയ്യണമെന്നറിയണം? ഞാൻ മരിച്ച എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയി വഴി വെക്കണം. എന്റെ ജനാസ നല്ലതുപോലെ കുളിപ്പിച്ച് നിങ്ങൾ വഴിയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ കാത്തു നിൽക്കണം. ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നത് കണ്ട അവരോട് പറയണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ്, മയ്യത്ത് പൊതിയാൻ തുണിയില്ല, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാൽ മതി. വാപ്പ പഠിപ്പിച്ചു കൊടുക്കാം. വാപ്പ പഠിപ്പിച്ചു കൊടുക്കാതെ എന്റെ മക്കളോട്, ഞാൻ മരിച്ചുപോയാൽ എന്റെ കഫൻ തുണി വാങ്ങാനുള്ള പൈസ പോലുമില്ല, എന്നാ എന്റെ മക്കള് പേടിക്കണ്ടട്ടാ. ഞാൻ മരിച്ച എന്റെ മയ്യത്ത് കുളിപ്പിച്ച് നല്ലതുപോലെ കുളിപ്പിച്ചിട്ട് ഉള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി വഴി വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടാൽ അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, എന്റെ മയ്യത്ത് പൊതിയാ തുണിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി എന്ന് പിഞ്ചുമക്കളോട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, എങ്ങനെ മരണപ്പെട്ടു? മക്കള് വാപ്പ പറഞ്ഞതുപോലെ മയ്യത്ത് കുളിപ്പിച്ചു, അവിടുന്ന് ചുമന്നു കൊണ്ടുപോയി ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചു. കാത്തു നിൽക്കുകയാണ്. പല യാത്രക്കാരും വരുന്നുണ്ട്, പക്ഷേ ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം വരികയാണ്. ഒരു സംഘമാണ് കടന്നു വരുന്നത്. ആ സംഘത്തിന്റെ നേതാവാരം അറിയോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. മക്കള് പറയുന്നു, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നിങ്ങളുടെ വാപ്പയാ. തുണി വാങ്ങാനുള്ള പൈസ പോലും നിങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസ പൊതിഞ്ഞിട്ടൊന്ന് കബറടക്കണേ. മക്കള് നിറകണ്ണുകളോട് പറയുമ്പോ സൽമാൻ ഞങ്ങൾക്ക് അത്ഭുതമായി, ആരാളല്ല തുണി പോലും വാങ്ങാൻ കൈ പൈസയില്ലാത്ത അത്രയും ദരിദ്രനായ സഹാബി ആരാണ്? മഹാനായ സൽമാൻ തങ്ങളെ ചെന്ന് നോക്കുമ്പോ മുഖത്തിട്ടിരിക്കുന്ന തുണിയെന്ന് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല സൽമാൻ തങ്ങളുടെ കൺകടങ്ങളെ നിറയുകയാണ്. അവിടുത്തെ കൺകടങ്ങളെ നിറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. ആരാ അബൂദർ എന്നറിയോ? വാപ്പാ, ആരാ അബൂദർ എന്നറിയോ? ആരാ അബൂദർ എന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട ദരിദ്രനായ സഹാബിയുണ്ടല്ലോ, റസൂലിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്, നബിയുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അബൂദർ പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബിയുടെ മുന്നിലൂടെ സലാം പറഞ്ഞത് അബൂദർ റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ
പോകുന്നത് അബൂദറല്ലേ നബിയേ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, അത് അബൂദറല്ലേ നബിയേ? അത് അബൂദറല്ലേ നബിയേ? റസൂലുള്ള ചോദിച്ചു പോയി, ജിബ്രീലേ നിനക്കെങ്ങനെ എന്റെ അബൂദറിനെ അറിയാം? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ആ സ്വഹാബിയുടെ പേര് നിനക്കെങ്ങനെ അറിയാം ജിബ്രീലേ? എന്റെ അബൂദറിനെ നിനക്കെങ്ങനെ അറിയാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് പറഞ്ഞു, യാ റസൂലല്ലാഹ് മലക്കുകളുടെ ലോകത്തിൽ ആരോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയുന്നത് ഈ സഹാബി അറിയാത്ത ഒറ്റ മലക്കുമില്ല. എനിക്ക് മാത്രമല്ല, ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞു തരുന്നതിയേ. കാരണം എന്തെന്നറിയോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ സഹാബിയാ, പണത്തിനെ ഇഷ്ടപ്പെടാത്ത സഹാബിയാ, പാവപ്പെട്ടവനെ പോലെ ജീവിച്ച സ്വഹാബിയാണ്. മരണസമയത്ത് തന്റെ പൊന്നാര മക്കള് ഉമ്മതന്റെ മക്കളോട് പറയുകയാണ്, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പണത്തിനെ കുറിച്ചുള്ള ആർത്തി നീ കുത്തിവെച്ച് കൊടുത്തപ്പോ കച്ചവടം നടത്താൻ തുടങ്ങി, മയക്കുമരുന്ന് കച്ചവടം നടത്താൻ തുടങ്ങി, മോശമായ വഴികളിലൂടെ നിന്ന മക്കളെ സഞ്ചരിക്കാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരാ, അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതേ പറഞ്ഞു കൊടുക്കാതെ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കല്ലേ, ആഗ്രഹം പാടില്ല, അത് ദാരിദ്ര്യത്തിനെ കൊണ്ടുവരുന്നതാണ്. അവിടെ പറഞ്ഞു കൊടുത്തു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കണം, നബിയാ പോണത് അബൂദറല്ലേ? റസൂലുള്ളാഹി തങ്ങളെ വെച്ച് നിനക്ക് എങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് മാത്രമല്ല നബി, ഏത് മലക്കരോട് ചോദിച്ചാൽ ആ ചങ്ങായിയുടെ പേര് പറഞ്ഞു തരും. അത്രയ്ക്കും പരിചയമുള്ള സഹാബി. എന്തുകൊണ്ട്? പടച്ചവനെ ദുനിയാവിനെ വിട്ടു പണവും അധികാരം ഒന്നും വേണ്ട, അല്ലാഹുവേ ആഖിറത്ത് മാത്രം മതി. ആ സ്വഹാബി അങ്ങനെ ആയിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കണം മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് വിഷം കുത്തി വെച്ചു കൊടുക്കണം. വാപ്പ, നീ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളെ പോലെയാകണം. ഉമർ തങ്ങൾ സുബഹിക്ക് ബാങ്ക് വിളിച്ച തന്റെ മക്കളുടെ ചാരത്തിലും സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ സമയമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളുടെ ചാരത്തിൽ എന്നിട്ട് വിളിക്കും, എഴുന്നേക്കടാ, നിസ്കരിക്കാൻ സമയമായി, പോയി നിസ്കരിക്കും, പോയി നിസ്കരിക്കും. മക്കളെ എഴുന്നേക്കാതെ വരുമ്പോ ഖുർആനിലെ ഒറ്റ ആയത്ത് അങ്ങോട്ട് ഓതും. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെ നിസ്കരിക്കാൻ വിളിക്കും, എഴുന്നേക്കാതെ വന്ന ഖുർആനിലെ ഒരായത്ത് ഓതും. ഇത് ഓതിയാൽ തന്നെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കള് കണ്ടവന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നത് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കും? നമ്മുടെ മക്കള് മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മക്കൾ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഖുർആനിലെ ഈ ആയത്ത് പറഞ്ഞു. ഞാൻ പറയുന്നത്, നീ കഷ്ടപ്പെടുന്നത് നിന്റെ മക്കൾക്ക്, നിന്റെ മക്കൾ നന്നായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ആയത്ത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ ആയത്ത് ഞാൻ പറയാം, അതിന്റെ അർത്ഥവും പറയാം, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരട്ടെ. 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു, ഇപ്പൊ 11:15 ആയതിന്റെ ദേശീവ നിർത്താറായോ? നിർത്തിയേക്കട്ടെ, നിർത്തട്ടെ. അത് ഈ ആയത്തിന്റെ അർത്ഥം കൂടെ പറയണം. ഈ ആയത്തിന്റെ അർത്ഥം കൂടെ പറയണം. വേണം ഒന്നൊന്ന് കൈപൊക്കിക്ക് താല്പര്യമുള്ളവരൊക്കെ. അൽഹംദുലില്ലാഹ്, മതി, ഈമാനുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്ത് പറയാം. നിങ്ങൾ പറയൂ, ഉസ്താദേ ഞാൻ പറഞ്ഞ എന്റെ മോൻ നിസ്കരിക്കില്ല. ആരാ പറഞ്ഞത്? ഈ ആയത്ത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, നിസ്കരിക്കും. ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാൻ ഈ ഒറ്റ ആയത്ത് മതി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ആയത്ത്. ഏതായത്ത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു ഖുർആൻ പറഞ്ഞു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വ. തന്റെ പൊന്നാര മക്കളുടെ ചാരത്തി എന്നിരുന്നിട്ട് നീ പറഞ്ഞു കൊടുക്കണം,
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന പറയുന്നത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ വിളിക്കും, മക്കളെ നിസ്കരിക്കട. അവര് നിസ്കരിക്കുന്നവരാ, ചിലപ്പോ ഉറക്കത്തിൽ എഴുന്നേക്കാതെ വരുമ്പോ ചെന്നിരുന്ന് വിളിച്ചിട്ട് പറയും, മോനെ നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. നിസ്കരിച്ച അള്ളാഹു പറയുകയാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് മരിക്കുന്ന കാലം വരെ അവന് ഞാൻ ഭക്ഷണം കൊടുക്കും. പൈസ ഉണ്ടോ, ജോലിയുണ്ടോ, വലിയ പദവിയാണോ, MP ആണോ, MLA ആണോ, കൂലിപ്പണിക്കാരനാണോ, അള്ളാഹു നോക്കില്ല. അള്ളാഹ് പറയുകയാ സൂറത്തു ത്വാഹ, ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം, 130 ആയത്തിന് ശേഷമുള്ള ഏതോ ആയത്താ, 30, 32, 35 ആയത്ത് നിങ്ങൾ എടുത്ത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹ് പറയുകയാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ച മരിക്കണ കാലം വരെ പിരിവിന് നടക്കണ്ട, ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ പോകണ്ട. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ളത് ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ നോട്ട് നിരോധനത്തെയും പേടിക്കണ്ട, GSTയെയും പേടിക്കണ്ട, പൗരത്വ ബില്ലിനെയും പേടിക്കണ്ട. ഇനി ജയിലിൽ കൊണ്ടിട്ടാലും അവിടെയും തിന്നാനുള്ളത് അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ആര് തരും? ഇതാ പറയാൻ വല്ല മടിയുണ്ട? അല്ലാഹ് പറയല്ല, എടാ നീ അല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ. നീ എന്തേ നിസ്കരിക്കാത്ത? പള്ളിയുടെ മുന്നിലാ നിന്റെ കടയിരിക്കുന്നത്, പള്ളിയുടെ പരിസരത്താ നിന്റെ വീടിരിക്കണേ. നീ എന്തേ പള്ളിയിൽ പോകാത്തത്? ഉസ്താദെ, അപ്പൊ ഒരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം പോകത്തില്ലേ? പള്ളിക്കകത്ത് ജമാഅത്ത് നടക്കുമ്പോ ഞാൻ പോയ ഒരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം പോകും. ഞാൻ പോയില്ല. ഇപ്പൊ കടയിൽ കച്ചവടം ഉണ്ടോ? ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്കുക മുതലാളി, തൊഴിലാളി. വൈകിട്ട് നിന്റെ പെട്ടി തുറക്കുമ്പോ നിന്റെ കണ്ണ് തെള്ള, സ്റ്റാഫിന്റെ മുഖത്ത് നോക്കാം, ഇന്ന് ശമ്പളം ഇല്ല. കാരണം എന്തേ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ് ആരാന്നറിയാവോ? അല്ലാഹ്ക്ക് വാരിക്കോരി തരാനും അറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാൻ അല്ലാഹ്ക്ക് അറിയാം. അത് ചെയ്യിപ്പിക്കരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടും ആർക്കറിയാം? നിനക്ക് നിസ്കാരവും നോമ്പൊക്കെ ആയിരുന്നു, ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പൊ രണ്ട് നില വീടൊക്കെ ആയി. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ കട്ടൻ പിടിയും വലിച്ചോണ്ട് വീടിന്റെ മുന്നിൽ ഇരുന്നു. ഇപ്പൊ ഗൾഫിൽ കച്ചവടം ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ഒന്നുമില്ല, ഏകദേശം എല്ലാം തീരുമാനമായി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു അല്ലേ പറഞ്ഞത്, അതല്ലേ അനുസരിക്കണ്ട. അല്ലാഹ് പറയാ, സിറാജ് നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കടാ, മരിക്കുന്ന കാലം വരെ ഞാൻ തന്നോളാം, ഞാനാ നിന്റെ റബ്ബ്, ഞാനാ റാസിഖ്. അല്ലാഹ് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിസ്കരിച്ച മരിക്കണ കാലം വരെ തെണ്ടാതെ ജീവിക്കാം. എഴുന്നേറ്റ് നിസ്കരിക്ക്. അള്ളാഹുവെ, മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും യാചിക്കാതെ ജീവിക്കാം. ഇത് പറഞ്ഞ ഇന്നത്തെ മക്കൾ എഴുന്നേക്കോ? എഴുന്നേക്കില്ല. ഇത് പറഞ്ഞ ഉടനെ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ മലക്കുകളൊന്നുമല്ല. അപ്പൊ രണ്ടാമത് അള്ളാഹു പറഞ്ഞു, മക്കളോട് ചോദിക്കണം, എടാ ഉമ്മായും ഉപ്പായും പറയണം, ഉമ്മമാര് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, മോനെ പ്രസവത്തിന്റെ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല, ആ പ്രസവ വേദന പോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വാപ്പ നീ പറയണം, മക്കളോട് ചോദിക്കണം, എടാ ഒരു ദിവസം എന്തായാലും മരിക്കും. ആ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടടാ മോനെ? എന്തായാലും നീ ഒരു ദിവസം മരിക്കും. ആ മരിക്കുന്ന ദിവസം മയ്യത്ത് വരുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണോടാ. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒക്കെ ജനാസ കണ്ടവരല്ലേ, എന്നാ ചിരിയായിരുന്നു. ഇത്ര മഹാന്മാരായ മഹത്തുക്കൾ, അവരുടെ ചിരി കണ്ടിട്ട് കൊതി തോന്നിയില്ലേ സഹോദര നിനക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അള്ളാഹു പറയുകയാ, മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഈമാനുള്ള ഒരു മരണം വേണം. അള്ളാഹു പറഞ്ഞു, ഞാൻ തരാം, നിസ്കരിക്കുന്നവന് ഞാൻ തരാം നല്ല മരണം. പൈസ നിനക്ക് വേണ്ട, തലകുത്തി ഒന്നും നിൽക്കണ്ട. അള്ളാഹു പറയുന്ന, നിസ്കരിക്കുന്നവന് ഞാൻ തരും നല്ല മരണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തി ചിരിച്ചുകൊണ്ട് കിടന്നത്. സാധാരണ ഒരാൾ തൂങ്ങിച്ചാകുമ്പോ കണ്ണ് തെള്ളി നാക്ക് കടിച്ച് എല്ലാവരെയും പേടിപ്പിക്കുന്ന രീതിയിലാണ് മരിച്ചടക്കാം. പക്ഷേ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റിയിട്ട് ശത്രുക്കളും മുഖത്തിങ്ങനെ നോക്കാൻ ചിരിച്ചുകൊണ്ട് കിടക്കുന്നത്.
ഹുബൈബിന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്ക. എന്തെന്നറിയോ? ആ ചിരി കണ്ടിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തെ പ്രകാശം കണ്ടിട്ട് ശത്രുക്കൾ തന്നെ ഇതെന്താ ഈ ചങ്ങായി ഇങ്ങനെ നടക്കണേ, എന്തേ കാരണം എന്നറിയോ? തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, ഹുബൈബെ അവസാനത്തെ ആഗ്രഹം എന്താ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. എടാ നിന്റെ അവസാനത്തെ ആഗ്രഹം വല്ല മോഹം ഉണ്ടെങ്കിൽ പറ. എനിക്ക് ഒറ്റ മോഹമുള്ള 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് മരിച്ചവനാ ഹുബൈബ്. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ഇങ്ങനെ നോക്കി, മരിച്ചടക്കട ഇങ്ങനെ നോക്കാ, മുഖത്ത് വല്ലാത്ത ചിരി. ഹുബൈബ് തങ്ങളെ കിബിലയുടെ നേരെ പോലും നിർത്തിയില്ല, ഇങ്ങോട്ട് മാറ്റി നിർത്തിക്കട്ടാ തൂക്കിലേറ്റിയെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തി കിടന്നു പിടഞ്ഞപ്പോ ആ മലക്കുകളാ വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തേ. വാപ്പായുമായും ഭാര്യയും മക്കളെന്നല്ല, 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ പറഞ്ഞു തരും, ചങ്ങാതി ഷഹാദത്ത് കലിമ. പെണ്ണും പിള്ളയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാരും ഒരാളുടെ അവസ്ഥ വേണ്ട, മലക്ക് പറഞ്ഞു തരുമല്ലോ. ഏത് മലക്ക്? അസ്രായിൽ എന്ന് പറയുന്ന മലക്കിന്റെ പേര് കേൾക്കുമ്പോഴേ നിനക്ക് പേടിയാ. അസ്രായിൽ എന്ന് പറയുന്ന മലക്കിന്റെ പേര് കേൾക്കുമ്പോഴേ നമുക്ക് പേടി. എങ്കിൽ ആ മലക്ക് പറഞ്ഞു തരും, നിന്റെ തൊണ്ടകുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്ക് പറഞ്ഞു തരുന്നു, പറവുപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്രായിൽ എന്ന് പറയുന്ന മലക്കാ നിനക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കരിക്കുന്ന ഒരു മകന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ പൊന്നാര മക്കളോട് നിനക്ക് സ്നേഹമുണ്ടോ? ചെറിയ മക്കളെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് പടച്ചവനെ കള്ളക്കഥ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരുണ്ട്, ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഉപ്പമാരുണ്ട്. എങ്കിലും കൊച്ചുമക്കളെ സമയം കിട്ടുമ്പോ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞു കൊടുക്കൂ. ആരാ ഹുബൈബ്? നിസ്കരിച്ചിട്ട് കഴുകുമരത്തിലേക്ക് കയറുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ മലക്കുകൾ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് സ്വാഗതം പറഞ്ഞു കൊടുക്കുകയാണ്. ഖുർആൻ എടുത്തു നോക്ക്, ചരിത്രങ്ങൾ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഹുബൈബിനോട് പറഞ്ഞു, പേടിക്കരുത്, വിഷമിക്കരുത്. നോക്കടാ ഹുബൈബ്, സ്വർഗ്ഗത്തിന്റെ പട്ടുവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുന്നത് നിന്റെ റൂഹിനെ കൊണ്ടുപോകാനാ. അതുകൊണ്ട് കരയില്ലേ, ഉമ്മമാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറ, വിളിച്ചു പറയടാ ഹുബൈബ്. അതാണടാ ഹുബൈബ് ചങ്കൂറ്റവർ. ഹുബൈബ് തങ്ങളെ തന്നെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ ഇടുത്തി വീഴുന്നത് പോലെയാണ് അത് തന്നെ തറച്ചത്. അവരുടെ കണ്ണുകൾ തള്ളുകയാണ്. പേടിച്ചു പോയടോ. മരത്തിൽ കിടന്ന് പിടയുമ്പോഴും ഹുബൈബ് ചിരിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറയുന്നത് കേട്ടപ്പോ പേടിച്ചു പോവുകയാണ്. ഇത്രയേയുള്ള സഹോദരാ, നമ്മുടെ ഈമാൻ ഒരു മുസ്ലിമിന്റെ മുന്നിൽ, ഒരു ഈമാനുള്ള ഒരുത്തന്റെ മുന്നിൽ കാണുന്ന ആൾബലവും അധികാരവും ഒന്നുമില്ല. എല്ലാം പേടിച്ചു പോകും സഹോദരാ. ഈമാനുള്ള ഒരുത്തൻ നെഞ്ചു വിരിച്ചു നിന്ന ഓടുപടായിരങ്ങള്. നമുക്ക് പേടിയില്ലല്ലോ.
നമുക്ക് മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ നമ്മള്? ജനിച്ചപ്പോഴേ ഒരു ചെവിയിലെ ബാങ്ക്, രണ്ടാമത്തെ ചെവിയിൽ ഇഖാമത്ത്. എന്തിനാ ജനിച്ചപ്പോഴേ ഇത് കൊടുത്തത്? രണ്ടും വിളിക്കുന്ന സമയം പോലും ഇവിടെ ഇല്ലടാ പൊന്നുമോന്, മരിച്ചാൽ ഇത് വിളിക്കാ സമയമില്ല. അതിന് മുമ്പേ നിന്നെ കുളിപ്പിച്ചുകൊണ്ട് കിടത്തേണ്ടതാ. അതുകൊണ്ട് പടച്ചവനെ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി തിരിഞ്ഞിരിക്കുകയാ. നമ്മളെ പേടിപ്പിക്കാ എല്ലാ ദിവസവും പടച്ചവരെ പള്ളിയിൽ പോകുന്ന പള്ളിപ്പറമ്പിലെ കബർ കാണുന്ന നമ്മളെ ഭയപ്പെടുത്താറ്, ആറടി മണ്ണ് കാണുന്ന നമ്മളെ ഭയപ്പെടുത്താറ്. പടച്ചവരെ, മരിക്കുമ്പോഴും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? അവരെ ശത്രുക്കൾക്ക് തിരിച്ചറിയാത്ത ഒരു സത്യമുണ്ട്. ശത്രുക്കൾക്ക് തിരിച്ചറിയാത്ത ഒരു സത്യം, നമുക്ക് അല്ലാഹുവേ നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു മോഹമേ ഉള്ളൂ. ഒരു കഴുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ളവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, മുത്തുനബിയെ സ്വപ്നം കാണണമെന്നല്ല, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണമെന്നല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നല്ല. ഈമാനുള്ള നിസ്കാര തഴമ്പുള്ള പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ഒരുത്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നടറോഡിൽ കടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ, ിട്ട് കരിച്ചാൽ, ജയിലറയിൽ കൊണ്ട് പീഡിപ്പിച്ചു കൊന്നാൽ, ആ കൊല്ലുന്നവന്റെ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് മരിക്കണമെന്നല്ലേ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനികമായി ഒരുങ്ങിക്കോ, ഈമാനികമായി ഒരുങ്ങിക്കോ. എല്ലാവരും ഒരു വലിയ തയ്യാറെടുപ്പിന് തയ്യാറായിക്കോ. നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കൂ, മഹാനായ ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഖുബൈബിനെ അവരടക്കിയതാരാടാ? ചെറുപ്പക്കാരാ, ആരാമോനെ കബറടക്കിയത്? തങ്ങളുടെ കഴുകുമരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ജനാസകളുടെടുത്തേക്ക് പോകാൻ അല്ലാഹുവേ ശത്രുക്കൾ അനുവാദം കൊടുക്കുന്നില്ല. ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. എല്ലാരും കാവല് നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വേദനയായി. സഹാബാ, ആരാണ് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ആരാണ് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ് നബിയേ. അവിടുന്ന് പടച്ചവനെ അതാ ഒരു സഹാബി പറയുകയാണ്, ഹുബൈബ് തങ്ങളുടെ മയ്യത്ത് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മയ്യത്തടിക്കാൻ പോകുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരു ഭാഗത്ത് കൂടി നിൽക്കുകയാണ്. ആ ശത്രുക്കളുടെ നടുവിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഓടി വരികയാണ്. എന്നിട്ട് ശത്രുക്കളോട് പറയുന്നു, എനിക്ക് ഹുബൈബിന്റെ തല വെട്ടി തരുമോ? ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുമോ? ശത്രുക്കൾ ചോദിച്ചു, ചത്തവന്റെ തല നിനക്കെന്തിനാ? ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണെ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. ഒരു പെണ്ണ് എന്നിട്ട് പറയാ, എനിക്ക് ഹുബൈബിന്റെ തല വെട്ടിത്തരണം. എന്തിനാടി ചത്തവന്റെ തല? ഒന്നുമില്ല, അവന്റെ തല ഇങ്ങോട്ട് വെട്ടി പൊളിച്ച് അതിനകത്ത് കള്ളൊഴിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാ. ആരാണോ മുറിച്ചു തരുന്നത് അവന് ഞാൻ എന്റെ ശരീരം തരും. ആര് മുറിച്ചു തരുന്നു അവന് ഞാൻ എന്റെ ശരീരം തരും. പെണ്ണങ്ങിട്ട് മോഹിപ്പിക്ക. ഒരു പിടിച്ച വാളുമായിട്ട് ചെറുപ്പക്കാരോടാ ഇവളുടെ കൂടെ കിടക്കാനുള്ള ഭാഗ്യല്ലേ? അല്ലാഹുവേ, സഹാബി പറയുന്നു, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നടക്കണമെന്ന് കാണണമല്ലോ. തലവെട്ടാൻ പോയവന്മാരുടെ അവസ്ഥ എന്തെന്നറിയോ? പോയതിനേക്കാളും സ്പീഡ് തിരിച്ചോടാ. പുല്ലുപോലും ഇല്ല പോയ വഴിയിൽ, ജീവനും കൊണ്ടോടാ. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവസാനം ഈ സഹാബി അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ മയ്യത്ത് കെട്ടിയിട്ടിരുന്ന സ്ഥലത്തിന്റെ അപ്പൊ ജനാസ തന്നെ കാണാനില്ല. സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ ഇങ്ങനെയൊക്കെ നടന്ന് നബിയെ, ജനാസ കാണുന്നില്ല നബിയെ. നബി ചിരിക്കുക.
റസൂലുള്ളാഹി തങ്ങളെ ചിരിക്കുക. എന്തിനു ചിരിക്കണേ? ഹുബൈബിനെ കബറടക്കി സഹാബ. എന്റെ ഹുബൈബിനെ കബറടക്കി. ആര് കബറടക്കി നബിയെ? മലക്കുകൾ കബറടക്കി സഹാബ. 3 കഷ്ടം വെള്ള തുണിയിൽ വാപ്പാ ഈ നിസ്കരിക്കുന്നൊന്നും വെറുതെ അല്ലപ്പാ. ഇതൊന്നും വെറുതെ അല്ല. പറയേണ്ടവനും കളിയാക്കേണ്ടവനും പറയട്ടെ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം നമ്മൾ മരിക്കും. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും.